നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. 3.5 വർഷത്തെ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വാർത്ത, റഷ്യ യുക്രൈൻ ഈ ഒരു സമാധാന ഉടമ്പടിക്ക് ബാക്കി വിശദാംശങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് US സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ട്രംപിനെ നേരിട്ട് കണ്ട് ബാക്കി ചർച്ചകൾ നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്താനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US സന്ദർശിച്ചേക്കുമെന്ന് യുക്രൈൻ സുരക്ഷാ മേധാവി റുസ്തം ഉമറോവ് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അനുയോജ്യമായ ആദ്യ തീയതിയിൽ സന്ദർശനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച സമാധാന കരാറിലെ പ്രധാന നിബന്ധനകളിൽ അമേരിക്കയും യുക്രൈനും പൊതുവായ ഒരു ധാരണയിലെത്തിയെന്നും ഉമറോവ് പറഞ്ഞു. ട്രംപ് സെലൻസ്കി ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൗസ് പക്ഷേ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അബുദാബിയിൽ വെച്ച് റഷ്യൻ പ്രതിനിധികളുമായി തങ്ങളുടെ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുമെന്ന് US സ്ഥിരീകരിച്ചിരുന്നു. യുക്രൈൻ സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ചു എന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ BBC-യോടും പറഞ്ഞു. ഇതു സംബന്ധിച്ച ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. റഷ്യക്ക് നേട്ടമാകുന്ന സമാധാന പദ്ധതി, കാരണം ഏകദേശം യുക്രൈൻ്റെ 3 നഗരങ്ങളാണ്, 3 പ്രവിശ്യകളാണ് റഷ്യയുടെ കൈവശം ഇരിക്കുന്നത്. അത് റഷ്യയുടെ കൈവശം തന്നെ വയ്ക്കാനാണ് ഈ ഉടമ്പടി പ്രകാരം പറയുന്നത്. മാത്രമല്ല വേറെ 2 പ്രവിശ്യകളിലെ ഭാഗികമായി പിടിച്ച ആ സ്ഥലങ്ങളും കൂടി റഷ്യ തന്നെ കൈവശം വയ്ക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് റഷ്യയ്ക്ക് ഈ ഉടമ്പടിയിൽ അംഗീകരിക്കുന്നതും ഏറ്റവും വലിയ സന്തോഷവും. റഷ്യയുടെ അംഗീകാരത്തോടെ ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചില്ലെങ്കിൽ ആയുധ സഹായം പിൻവലിക്കുമെന്ന മുന്നറിയിപ്പും കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്. വരുന്ന വ്യാഴാഴ്ചയ്ക്കകം കരാറിൽ ഒപ്പിടണം എന്നാണ് അന്ത്യശാസനം. 100 ദിവസത്തിനകം യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സൈനികരുടെ എണ്ണം കുറയ്ക്കണമെന്നും കരാറിലുണ്ട്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത കിഴക്കൻ യുക്രൈനിലെ 5 മേഖലകൾ കൈവശം വയ്ക്കാൻ റഷ്യയെ അനുവദിക്കുന്ന ട്രംപിൻ്റെ 28 ഇന കരാറിൻ്റെ കരട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് സെലൻസ്കിയെ ഏകദേശം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അന്തസ്സ് കളയണോ, സുപ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെടുത്തണോ എന്ന വിഷമഘട്ടത്തിലാണ് യുക്രൈൻ. കരാറിലെ പ്രധാന വ്യവസ്ഥകൾ: യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല, യുക്രൈൻ സൈനികരുടെ എണ്ണം 6 ലക്ഷമായി കുറയ്ക്കണം, യുദ്ധത്തിൽ പിടിച്ചെടുത്ത ക്രൈമിയ, ലുഹാൻസ്ക്, ഡോണറ്റ്സ്ക് എന്നീ പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം. മാത്രമല്ല ഹേഴ്സൺ, സാപ്പോറിഷ്യ എന്നിവിടങ്ങൾ ഭാഗികമായി റഷ്യ പിടിച്ചടക്കിയിരിക്കുകയാണ്. അത് വിട്ടുകൊടുക്കേണ്ടതില്ല, റഷ്യ തന്നെ ആ ഭാഗങ്ങൾ കൈവയ്ക്കും എന്നാണ്. മാത്രമല്ല സാപ്പോറിഷ്യ ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി, സാപ്പോറിഷ്യയിലെ നല്ല പ്രശസ്തമായ ഒരു ആണവ നിലയമാണ്, നല്ല ഉൽപ്പാദന ശേഷിയും കാര്യക്ഷമതയുമുള്ള ആണവ നിലയമാണ്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് കൊടുക്കണം എന്നുകൂടി ഈ കരാറിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും റഷ്യയ്ക്ക് അനുകൂലമായ കരാറാണ്. പാവപ്പെട്ട നമ്മുടെ സെലൻസ്കിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നല്ല, വളഞ്ഞിട്ട് പണി പറ്റിച്ച് തല കുമ്പിട്ട് വിടുകയാണ്. ഏതായാലും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വ്ളാഡിമിർ സെലൻസ്കി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു 5 പ്രവിശ്യകളോളം ബാക്കി 1-2 പ്രവിശ്യയുടെ പകുതിയും റഷ്യയുടെ കയ്യിലായി. ഈ യുദ്ധം നീണ്ടുപോയാൽ ഒരുപക്ഷെ രാജ്യം തന്നെ റഷ്യയുടെ കൈവശമാകാനും സെലൻസ്കി ജയിലിലേക്ക് പോകാനോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനോ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ ജീവനിൽ ഇപ്പോൾ സെലൻസ്കി പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ യുദ്ധത്തിലേക്ക് നീട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എല്ലാ യുദ്ധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.